നമ്മൾ കാന്താരി മുളകാണ് ഒരു എക്സാമ്പിൾ വെച്ചത്. കാന്താരി മുളക് ഒരു എക്സാമ്പിൾ അല്ല, കാരണം അത്രയും ഒരു വൃത്തികെട്ട സാധനമാണത്. അപ്പൊ ഇത് ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് ഇതുപോലെ തന്നെ ആയിരിക്കും. ടക്കെന്ന് കയറി വന്ന എരിവ് തിളപ്പൊഴിച്ച് പഞ്ചസാര എടുത്തോണ്ടാ. ഇതാ ഈ മരുന്നിന്റെ ഗുണം. ഇപ്പൊ മനസ്സിലായോ മരുന്നിന്റെ ഗുണം? വെറുതെ അല്ല, ആട് പോയിട്ടുണ്ടല്ലോ. ഇതാണ് ആട് തൊടാപ്പല. ഞാനിപ്പോ നിൽക്കുന്നത് പൂമാല സ്വാമിക്കവല എന്ന് പറയുന്ന സ്ഥലത്താണ്. എന്റെ ഒപ്പം നിൽക്കുന്നത് ആനന്ദവല്ലി എന്ന് പറഞ്ഞ ഒരു ചേച്ചിയാണ്. അപ്പോ ഇവരുടെ കയ്യിലൊരു അമൂല്യമായിട്ടൊരു മരുന്നുണ്ട്. അത് എന്നാ മരുന്നാന്ന് ചോദിച്ചാല്, നമ്മുടെ ചെറുപ്പക്കാരുടെ ഇടയിലും ഒരു പ്രായം ചെന്ന ആളുകളുടെ ഇടയിലൊക്കെ സോറിയാസിസ് എന്ന് പറഞ്ഞൊരു അസുഖം ഭയങ്കരമായിട്ട് വ്യാപിച്ചുകൊണ്ടിരിക്കുക. അതിന് പല കാരണങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്ത് കാരണം തന്നെയാണെങ്കിലും ഇതിന്റെ മരുന്ന് കഴിക്കുമ്പോൾ പഥ്യം നോക്കുക എന്ന് പറഞ്ഞ അത്ര സുഖമുള്ള കാര്യമല്ല. അസുഖവും മറ്റുള്ളവർക്ക് അസ്വസ്ഥ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ രോഗിക്ക് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് തളർത്തിക്കളയുന്ന രീതിയിലുള്ള, നമ്മുടെ ശരീരമൊക്കെ പൊട്ടിയൊലിക്കുന്ന ആ രീതിയിലുള്ളൊരു പ്രശ്നമാണ്. ചേച്ചി, അപ്പോ ഇതിന്റെ മരുന്ന് എത്ര ദിവസം ഉപയോഗിച്ചാലാണ് നമുക്ക് ഈ ശരീരത്തിൽ നിന്ന് ഈ അസുഖം പൂർണ്ണമായിട്ട് മാറുക? നമ്മുടെ ശരീരത്തിൽ കൂടുതലും കാലുകളിലാണ് ഇത് കൂടുതലും ഉണ്ടാകുന്നത്. അപ്പം ഈ മണ്ണിന്റെ പൊടിയെല്ലാം അടിച്ചത് അങ്ങനെ. അതാകുമ്പോ നമ്മള് സാധാരണ എണ്ണ തേച്ച് കുളിക്കുന്ന പോലെ തന്നെ ദിവസം തേച്ച് കുളിക്കാം. ചുമ്മാ സാധാരണ നമ്മൾ വെളിച്ചെണ്ണ തേച്ച് കുളിക്കുന്ന പോലെ തന്നെ. എത്ര സമയം തേച്ച് പിടിപ്പിക്കണം? ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കുളിക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കി കുളിക്കാം. ശരി. അപ്പൊ എത്ര ദിവസത്തിനുള്ളിലാ മാറുക? അത് ഒരു ഏറെ കുറഞ്ഞ ഒരു 15 ദിവസം കഴിയണം. 5 ദിവസം കഴിഞ്ഞാൽ കുറവ് സംഭവിച്ചു തുടങ്ങുള്ളൂ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, പഥ്യം എങ്ങനെയാ? പഥ്യം ഇതിന് പ്രത്യേകിച്ച് ഒരു പഥ്യമില്ല. അപ്പൊ ഇത് തേക്കണ സമയത്ത് ഇറച്ചി തിന്നാം, മുട്ട തിന്നാം, ആളുകൾക്ക് തീറ്റ കുറയ്ക്കാന്ന് പറഞ്ഞാൽ അതത്ര എല്ലാ ഭക്ഷണവും കഴിക്കാം. ഇതിന് വേറെ ഒരു പഥ്യമില്ല. അപ്പൊ ചേച്ചിയുടെ നോട്ടത്തില് ഒരു അസുഖബാധിതനായ ഒരാൾ 5 ദിവസം മുതൽ അസുഖം കുറഞ്ഞു തുടങ്ങിയാല് ഏകദേശം എത്ര ദിവസം കഴിയുമ്പോഴത്തേക്കും ഇതിന് പരിപൂർണമായിട്ടൊരു ശമനം കിട്ടാൻ സാധ്യതയുണ്ട്? അത് നമ്മൾ ഈ മണ്ണ് അടിക്കുമ്പോ അലർജി ഉണ്ടാകുന്നവര് അത് മണ്ണിന്റെ പൊടി അടിക്കാതെ ഇരിക്കുക ഏറെക്കുറെ. അത് കഴിഞ്ഞാൽ നമ്മളത് മാറും. ഒരു കിലോ എണ്ണയോളം നമ്മളത് നിത്യം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇത് മാറുന്നു. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ 15 ദിവസം മുതൽ കുറവ് സംഭവിച്ച എത്ര ദിവസം ഏകദേശം എടുക്കാമായിരിക്കും എന്നുള്ളതാണ് എന്റെ ചോദ്യം. 5 ദിവസം ആകുമ്പോഴത്തേനും ഒട്ടുമുക്കാൽ ശമനം വന്നു. 5 ദിവസം മതി. ഈ 1 കിലോ എണ്ണ എത്ര ദിവസം തേക്കാനുള്ളുണ്ട്? ഒരു ദിവസം അതാ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ ഇരിക്കും. ശരീരം തല തൊട്ട് ശരീരം മൊത്തം തേക്കുന്ന. അല്ല, ഞാൻ ചോദിക്കണത് അസുഖം ഉള്ളിടത്ത് മാത്രം പുരട്ടിയാൽ മതി, അത് മൊത്തം തേക്കണം? മൊത്തം തേക്കണം. ഏറ്റവും വലിയ രസം എന്താണെന്നറിയോ? ദേ ചേച്ചിയുടെ ഈ എണ്ണയില് പ്രധാനപ്പെട്ട ഈ ഒരു പ്രശ്നം, ഈ ഒരു ചെടിയാണ് ഈ അസുഖത്തിന് വേണ്ടിയിട്ട് ഇവർ എടുക്കുന്നത്. ഇതിന്റെ പേരെന്തു ചേച്ചി? ആട് തൊടാപ്പാല അല്ലേ? അപ്പൊ ഇത് എന്തുകൊണ്ട് ആട് തൊടാപ്പാല എന്നൊരു പേര് വരാൻ കാരണം? ഇത് ആട് തൊടുകയല്ല, ഇതിന് നല്ല എരിവാ. ഈ ഇല കടിച്ചു കഴിഞ്ഞിട്ടുണ്ട്, നല്ല എരിവാണ്. ഒന്ന് കടിച്ചു നോക്കുമ്പോ അതിന്റെ ഈ ഇലക്കേ ആട് തൊടാപ്പാല എന്ന് പേര് വന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞാൽ മതിയാവുള്ളൂ. അപ്പൊ അത് ചത്തൊന്നും പോരില്ലോ? ഒന്നുമില്ല. ഇത് മൊത്തം ഇത്രയും വാരിട്ട പ്രശ്നമാവോ? നല്ല എരിവായിരിക്കും. നല്ല എരിവായിരിക്കും. നന്നായിട്ട് ചവച്ച് കഴിയുമ്പോ പിന്നെ ഈ പശ ഉള്ളിൽ പോയ പ്രശ്നമുണ്ടോ? ഒരു കുഴപ്പമില്ല. ചവയ്ക്കാൻ പോട്ടാ, ഒരു കുഴപ്പമില്ല. നന്നായിട്ട് ചവച്ചോ. ഒരു കുഴപ്പമില്ലോ. എനിക്കിത് കേൾക്കൂലായിരിക്കോ? എരിവൊന്നും കേൾക്കുന്നില്ല. നന്നായിട്ട് ചവച്ചോ. എനിക്ക് എരിവ് ഇതുവരെ വന്നിട്ടില്ല. ചടയെന്ന് വരൂല. ഇതാണ് ഇതിന്റെ ഫലം. എരിഞ്ഞോ? എരിവുണ്ടോ? ഓ എന്റെ അമ്മേ, എരിവുണ്ട്. പെട്ടെന്നൊരു വരവാന്ന്. അത് തന്നെ, ഒരാവശ്യം ഉണ്ടാവുന്നില്ല. എരിവില്ലെന്ന് പറഞ്ഞ് ചവച്ചോണ്ടിരുന്നു. തിളപ്പൊഴിച്ച് പഞ്ചസാര എടുത്തോണ്ടാ. ഇതാ ഈ മരുന്നിന്റെ ഗുണം. ഇപ്പൊ മനസ്സിലായോ മരുന്നിന്റെ ഗുണം? വെറുതെ അല്ല, ആട് പോയിട്ടുണ്ടല്ലോ. ഇതാണ് ആട് തൊടാ. ഓ എന്റെ പൊന്നു ചേച്ചി, പഞ്ചസാര ഉണ്ടോ? കൊടുക്കടാ കുട്ടാ. ഭയങ്കര ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര ബുദ്ധിമുട്ട്. നാക്കൊക്കെ ഇങ്ങനെ പിടിച്ച് ആരണ്ട് വലിച്ച് കീറുക. അത്രയും പവറാ ഈ എണ്ണ തേച്ചാല്. ഈ പവറാ.
പഞ്ചാര നിന്നിട്ട് ഒരു കാര്യമില്ല. ഇതേ ആ എരിവ് കുറെ നേരം നിൽക്കും, എന്നാലും ഒരു കാര്യമില്ല. ഞാൻ പിന്നെ പഞ്ചാര എണ്ണ തന്നോളൂ, എരിവ് അങ്ങനെ നിൽക്കും. അവിടെ വെള്ളം തരാം. അവിടെ കണ്ണിക്കൂടെ വെള്ളം വരുന്നുണ്ട്. കുടിവെള്ളം എടുത്തു കൊടുക്ക, കുടിവെള്ളം എടുത്തു കൊടുക്ക. കയറി ഇങ്ങോട്ട്. ശരിയില്ല, കൂടെ അപ്പൊ ഇതാണ് ചേച്ചി സോറിയാസിന് കൊടുക്കാൻ മരുന്ന്. ഒരുമാതിരി ചേത്തായി പോയി. വിറക്കണു ശരീരം. ഞാൻ ചവയ്ക്കാലോ ഇത്. വിറക്കണു. എനിക്കറിയാം ഇത് ചവച്ചാലത്തെ ഗുണം, അതുകൊണ്ട് ഞാൻ ചവയ്ക്കില്ല. അവനൊക്കെ അറിയാൻ പറ്റില്ല, അങ്ങനെ ഒരു അനുഭവം കിട്ടിയില്ല. അതെ അതെ അതെ. കണ്ണൊക്കെ ചുവന്നേ എരിവ്, കണ്ണു നിറഞ്ഞു. കാന്താരിമുളകൊന്നും ഒരു കുഴപ്പമില്ല. നാക്കിന്റെ തുമ്പ് പോലെ ഇവിടെ ആ നാക്കിന്റെ എവിടെ സ്ഥലമൊക്കെ ഉണ്ടോ ഇവിടെ മൊത്തം കാന്താരിമുളക് എന്ന് വെച്ചാൽ നമ്മളെ കടിക്കുന്ന സ്ഥലത്തിന്റെ ഭാഗമല്ലേ. അതാ പറഞ്ഞ ചവയ്ക്കും തോറും എരിവ് ഇതുണ്ടാവും എന്ന് പറഞ്ഞ. ഇതൊക്കെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇത് കുറച്ച് സമയം നിൽക്കുന്നുള്ള ഉറപ്പായി. അപ്പൊ ചേച്ചി 5 ദിവസം കഴിയുമ്പോഴത്തേക്കും 1 കിലോ എണ്ണ ഇത് എന്ന് ചാർജ് വരും ചേച്ചി? ഒരു എത്ര, ഒരു ലിറ്റർ എണ്ണയാണോ? 1 ലിറ്റർ അത് നമുക്ക് ഇഷ്ടമുള്ള എത്ര എടുക്കാം. അതെ, ഇത്ര എണ്ണയ്ക്ക് ഇത്ര ഇലയെന്ന് വെച്ചുണ്ട്. അതല്ലേ ചേച്ചി ഈ മരുന്നിന് പറയുന്ന വില 1 ലിറ്റർ എത്ര ചേച്ചി? 1500 രൂപ. 1 ലിറ്റർ അപ്പൊ 750, 1/4 ലിറ്റർ, അങ്ങനെ 3 കണക്കായിട്ടാണ്. അപ്പോ ഇത് 5 ദിവസം കഴിക്കുമ്പോഴത്തേക്കും ശരീരത്തിൽ പറ്റുമ്പോഴത്തേക്കും തന്നെ സുഖാവുന്നുള്ളതാണ്. പിന്നെ ഈ ഇല എങ്ങാനും ഇവിടെ വന്ന സമയത്ത് ആരും പറിച്ച് വായിലിട്ടേക്കരുത്. നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അത്രയേറെ. ഞാൻ ശരീരം തളർന്ന് അവിടെ നിൽക്കണത്, എൻ്റെ ഇത് ഇത്രയും ഭാഗമില്ല മരയിച്ചിരിക്കുന്ന ഒരു ഫീലാണ്. നാക്കൊക്കെ കുഴഞ്ഞ് തവിടുകൂടിയ ഫീലാ. നമ്മൾ കാന്താരിമുളകാണ് ഒരു എക്സാമ്പിൾ വെച്ചത്, കാന്താരിമുളകൊന്നും ഒരു എക്സാമ്പിൾ അല്ല. കാരണം അത്രയും ഒരു വൃത്തികെട്ട സാധനമാണത്. അപ്പൊ ഇത് ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് ഇതുപോലെ തന്നെ ആയിരിക്കും. ടക്കെന്ന് കയറി വന്ന എരിവ്. ഇപ്പൊ കാന്താരിമുളക് കടിക്കുമ്പോൾ തന്നെ എരിവ് ഇറങ്ങും. മറ്റത് ഇങ്ങനെയല്ല. ഇത്രയും നേരം ഞാൻ കുറെ സമയം കടിച്ചിട്ട് വന്നില്ല, അതിന്റെ ഒട്ട കയറ്റി കയറുക. ചേച്ചി എന്തായാലും മരുന്നെല്ലാം ഗംഭീരമാണ് ചേച്ചി. അപ്പൊ എന്നോട് ഏകദേശം എത്ര മരുന്നൊന്നും പറയണ്ട, ഏകദേശം എത്ര കൂട്ടം മരുന്ന് ചേർത്തുണ്ടാക്കണത്? അതൊരു 3 കൂട്ടം മരുന്ന്. അത്രേ ഉള്ളൂ, 3 കൂട്ടം മരുന്നുള്ളൂ. അപ്പൊ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവരുടെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ മരുന്നുകളൊക്കെ വെക്കാന്ന് വെച്ചാൽ 2-3 കണക്കുള്ളൂ അല്ലേ, അതിൽ കൂടുതൽ പരിപാടികളില്ല. അപ്പൊ 15 ദിവസത്തെ കണക്ക് പ്രകാരം നിങ്ങൾക്ക് ഈ സോറിയാസിസിന്റെ മരുന്ന് വളരെ വിലക്കുറവാണ്. നിങ്ങൾക്ക് ഫുഡൊക്കെ ഇഷ്ടം പോലെ കഴിക്കാം, ഒരു പത്യമില്ല. അപ്പൊ നിങ്ങളുടെ ഇഷ്ടം പോലെ ജീവിക്കാം. അപ്പൊ എത്ര സമയം പെരട്ടി വെക്കണത്? 5 മിനിറ്റ് പറ്റിയാൽ മതി. 5 മിനിറ്റ് ഉള്ളൂ. 5 മിനിറ്റ് പറ്റി വെച്ചാൽ ഓക്കെ. അത് കൂടുതൽ സമയം പറ്റണമെന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ സമയം പെരട്ടി വെച്ചോണ്ട് നല്ലതാണ്, ഒരു കുഴപ്പമില്ല. നമുക്ക് പ്രയോജനം ഉള്ളതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ചേച്ചി തിരിഞ്ഞേക്ക്. ഈ ചേച്ചിയെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, കോൺടാക്ട് നമ്പർ വെക്കും. അപ്പോ നിങ്ങൾ ചേച്ചിയെ വിളിച്ചിട്ട് വരിക. കൊറിയർ അയച്ചു കൊടുക്കുമോ ചേച്ചി? പാടല്ലേ, ഇവർക്ക് അതിനുള്ള സൗകര്യം ഒന്നും ഇവിടെ ഇല്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നേരിട്ട് തന്നെ വാങ്ങി ഇവിടെ വന്ന് വാങ്ങേണ്ടി വരും. അപ്പോൾ സോറിയാസിസ് നല്ലൊരു മരുന്ന് പരിചയപ്പെടുത്തിയാൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കമന്റ്സും ഷെയറൊക്കെ മാക്സിമം ചെയ്യുക. നിങ്ങളുടെ ഇവിടെ വന്ന് അസുഖം മാറിയ ആൾക്കാർ പേഴ്സണലി എനിക്ക് മെസ്സേജ് അയക്കണം. അതുപോലെ തന്നെ നിങ്ങൾ കമന്റ് ചെയ്യണം. ഒരുപാട് ആൾക്കാർ അസുഖം മാറി കഴിഞ്ഞാൽ കമന്റ് ചെയ്യില്ല, അസുഖം മാറിയില്ലെങ്കിലും കമന്റ് ചെയ്യില്ല. ചിലർ വന്നിട്ട് വെറുതെ ചീത്ത വിളിച്ചിട്ട് പോകും. അതൊന്നുമല്ല, നമ്മൾ വെറുതെ വന്ന് ഒരു വീഡിയോ എങ്ങനെയും ചെയ്യാന്നുള്ളതല്ല, നല്ലതായിട്ട് ആളുകളിലേക്ക് എത്തുകയാണ്, അത് മാത്രം. അപ്പൊ പ്രിയപ്പെട്ടവരെ ഒരുപാട് സന്തോഷത്തോടുകൂടി അപ്പൊ ഇനി എപ്പിസോഡ് കാണുമ്പോഴേക്കും